ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ കേവലം മലേഷ്യയിൽ നിന്നുള്ള ഒരു തങ്ങൾ എന്നല്ല, മുസ്ലിം ലീഗിന്റെ നിശ്ചയിതനായ പ്രസിഡന്റും കേരളത്തിൽ മുസ്ലിങ്ങളും അല്ലാത്തവരും ഒക്കെ ഒരുപോലെ ആദരിച്ചിരുന്ന വ്യക്തിത്വവും, അതോടൊപ്പം സുന്നത്ത് ജമാഅത്ത് അതിൽ ശക്തമായി വിശ്വസിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്ന മഹൽ വ്യക്തിത്വം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫൂഖി തങ്ങൾ, അള്ളാഹു അവിടുത്തെ അർജയേറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ ഇളയ പുത്രനും ബാഫൂഖി തങ്ങളെ കാണാത്തവർക്ക് തങ്ങളെ മുൽച്ചായവും തങ്ങളെ രീതിയും കണ്ടാൽ മാത്രം മതി. ബഹുമാനപ്പെട്ട തങ്ങളവകൾ അവരുടെ മക്കളിൽ നിന്ന് ഉപ്പയോട് കൂടുതൽ സാദർശ്യമുള്ള ഒരു വ്യക്തിത്വവും അതോടൊപ്പം ആദർശത്തിൽ ഉറച്ച, അല്ലെങ്കിൽ നേരത്തെ അബൂ ഹനീഫ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ടവർക്ക് ഭൗതികമായി എവിടേക്കോ എത്താമായിരുന്നു. ഞാൻ ഓർക്കുന്നു, മലേഷ്യയിൽ നിന്ന് വിരമിച്ച് ഇവിടെ എത്തിയപ്പോൾ വലിയ ഒരു രാഷ്ട്രീയ നേതാവും അല്ലെങ്കിൽ നേതാക്കൾ കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു കല്യാണ സദസ്സിൽ എന്താ തങ്ങളെപ്പോ മലേഷ്യയിൽ നിന്ന് വന്ന് ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോ, ഇനി പരിപാടി കാന്തപുരം ഉസ്താദിന്റെ കൂടെ നിന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നങ്ങോട്ട് പറഞ്ഞതോടെ പിന്നെ അവരുടെ വായടഞ്ഞുപോയി. അപ്പൊ അങ്ങനെ ദീനിന് വേണ്ടി എത്രയോ വട്ടം പറഞ്ഞു. ഞാൻ ഓർക്കുന്നു, ആ ഉടനെ ചാപ്പനങ്ങാടിയിൽ ബഹുമാനപ്പെട്ടവർ 2 കലിമത്തെ പറഞ്ഞുള്ളൂ. അതിൽ പറഞ്ഞു, എന്താ പറഞ്ഞു, ചാപ്പനങ്ങാടി ഉള്ളവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, എന്റെ ബാപ്പ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ കാന്തപുരം ഉസ്താദിന്റെ കൂടെ ആയിരിക്കും നിൽക്കുക എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആദർശം ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഉള്ളൂ. അന്നും ഇന്നും കണ്ടു മനസ്സിലാക്കിയവരാണ്. സംസ്ഥയുടെ കുത്തകാവകാശങ്ങളൊക്കെ പറയുന്നവരുണ്ടല്ലോ. പ്രസിഡന്റിന്റെ പേരിൽ ആരാ പ്രസിഡന്റ്? കണ്ണിയത്ത് ഉസ്താദ്. ജനറൽ സെക്രട്ടറി പേരിൽ ആരാ? ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ. അവരെ പേരിൽ കേസ് കൊടുത്തവരല്ലേ വരെ? എന്നാ അവരെ പുൽക്കൊടിക്ക് ബഹുമാനിക്കാത്തവരാണ് ഇപ്പറഞ്ഞ കൂട്ടം. കാരണം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ വ്യക്തമായ ഫത്വ അദ്ദേഹം വഫാത്തായതിനു ശേഷം ആ സ്മരണയിൽ തന്നെ ലേഖനം എഴുതിയത് ആരാണ്? പിന്നെ പ്രസിഡന്റായി വന്ന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ലേഖനമാണ്. കണ്ണിയത്ത് ഉസ്താദ് ജുമഅന്റെ മുമ്പുള്ള പ്രസംഗം അശദ്ധായ കറാഹത്താണ്, ശക്തിമത്തായ കറാഹത്താണ് എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ്. അദ്ദേഹം ഫത്വ തന്നത് ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങളോട് നേരിൽ പറയുകയും ഫത്വ ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. ജുമഅന്റെ മുമ്പ് പിന്നെ ഒരു പ്രസംഗം പാടില്ല. ശംസുൽ ഉലമയുടെ ഫത്വ വ്യക്തമായിട്ട് ഉണ്ട് താനും. എന്നാ ഇവരിപ്പോ നടത്തിക്കൊണ്ടിരിക്കണോ പള്ളിയായ പള്ളിയെ മുഴുവൻ നമ്മുടെ പള്ളിയും അല്ലാത്ത പള്ളിയും വേർതിരിയുന്നതന്നെ ഇല്ല. ജുമഅന്റെ മുമ്പ് ഒരു പ്രസംഗം. ഞാൻ അതിലേക്ക് കടക്കല്ല. അതേപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് സമസ്ത ജമീഅത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്? ബിദഈ കക്ഷികളിലൂടെ വന്നപ്പോ അവരെ പ്രതിരോധിക്കാനും അവരെ തനിനിറം ജനങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ആ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ നടത്തി ഓർപ്പെടുത്തി ദിർകുൽ മുവാലാത്ത്, പുത്തനാശയക്കാരുമായുള്ള സമ്പർക്കം നമുക്കരുത്, പാടില്ല. ഇതൊക്കെ തീരുമാനിച്ച സമസ്ത. ആരൊക്കെയാണ് തീരുമാനിച്ചത്? ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തൻ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ആദ്യകാലത്ത് നേതാക്കളായവരൊക്കെ. അവരെ സ്ഥാനത്ത് നിൽക്കുന്നവർ ഇപ്പൊ പറയുന്നതോ മുജാഹിദിന്റെ വലിയ നേതാവ് AP അബ്ദുൽ ഖാദർ മൗലവി മരിച്ചപ്പോ സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് അവിടെ അനുശോചനം നടത്താൻ പോയി. മാത്രമല്ല, അനുശോചനത്തിൽ എത്ര വരെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മരണം കേരളത്തിന് വലിയ മഹാനഷ്ടമാണ് വരുത്തി വെച്ചിട്ടുള്ളത്. ഇതുവരെ പറഞ്ഞില്ല. എന്ന പോലെ നേരത്തെ സ്ത്രീ സമത്വം പറഞ്ഞല്ലോ. ലോകത്തിലെല്ലാവരും എതിർത്താലും
കാന്തപുരം ഉസ്താദ് ദീൻ പറയാതിരിക്കാൻ പറ്റില്ല. കാന്തപുരം ഉസ്താദ് ശക്തമായി പറഞ്ഞു, ഒരിക്കലും അല്ല, സമമല്ല, അള്ളാഹു പറഞ്ഞതല്ല. അപ്പൊ എല്ലാ മതക്കാരും ആ സമത്വം പണ്ടേ അംഗീകരിച്ചിട്ടില്ല. അതല്ലേ ഇപ്പോ മലയിൽ കയറുമ്പോഴും അവിടെയും ഈ ഇപ്പൊ പ്രശ്നമായി വന്നു. പണ്ടെന്തേ പ്രശ്നമില്ലാത്തത്? അന്നവർക്ക് ഹിന്ദു മതപ്രകാരം സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല. അത് അവരെ മതത്തിന്റെ നിയമമാണ്. അത് ഏത് സുപ്രീം കോടതി പറഞ്ഞാലും അത് ആ മതത്തിന്റെ നേതാക്കള്, അതിന്റെ ആചാര്യന്മാര് അവരൊക്കെയാണത് പറയേണ്ടത്. അവരാണ് അതിൽ പാണ്ഡിത്യമുള്ളവർ. എന്ന പോലെ ഇസ്ലാമിക നിയമങ്ങൾ അത് മുസ്ലിം ആലിമീങ്ങൾ പണ്ഡിതന്മാരാ പറയേണ്ടത്, രാഷ്ട്രീയ നേതാക്കളല്ല. ഇതൊക്കെ ആണത്തത്തോടെ ഉസ്താദാ പറഞ്ഞെങ്കിൽ അത് ഉസ്താദ് സമസ്തയുടെ സ്ഥാനത്ത് നിൽക്കുകയാണ്. സമസ്ത എന്താണോ അവിടെ പഠിപ്പിച്ചത് അത് പഠിപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട ഉസ്താദും നമുക്ക് നേതൃത്വം നിന്ന മരിച്ചുപോയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ നെഞ്ഞൂക്കോട് ആരുടെ മുമ്പിൽ അവിടുന്ന് പഠിച്ച കാര്യം പറയുന്നതിൽ ഒരാളെയും ഭയപ്പെടാതെ ഞാൻ ഒറ്റക്കാണെങ്കിലും പ്രതിരോധിക്കും. ഉലവ് വഹിദി എന്ന് മുമ്പ് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. പറയേണ്ട കാര്യം പറയുന്ന നേരത്ത് കാര്യം ഭയമില്ല. ആ നിരക്ക് പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ. അവിടുന്ന് ശേഷം നമുക്ക് പ്രസിഡന്റായി നമ്മുടെ മുമ്പിൽ നിന്ന് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ് തുടങ്ങിയ ധാരാളം ആളുകളിൽ നിന്ന് നമ്മളോട് വിട പറഞ്ഞു. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, ദറജാത്തുകൾ ഏറ്റിക്കൊടുക്കട്ടെ. ഇന്ന് പ്രസിഡന്റായി നിൽക്കുന്ന സുൽത്താനുൽ ഉലമ, പ്രസിഡന്റായി നിൽക്കുന്ന റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, ജനറൽ സെക്രട്ടറി, ഇന്ത്യ രാജ്യത്ത് തന്നെ ഉലമാഇന്റെ വലിയ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി നിൽക്കുന്ന, എന്നല്ല ലോകരാഷ്ട്രങ്ങളിൽ വലിയ ഒരു ആലിമായി അറിയപ്പെടുന്നു മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അല്ലാഹു അവിടത്തേക്ക് ഇനിയും ആയുസ്സുകൾ ഏറ്റി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അവരൊക്കെയാണ് നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി സാധുവായ എനിക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾ ആദരവുകളൊക്കെ തന്നാലും ഞങ്ങൾ അതിൽ ഭയപ്പെടുന്നത് അല്ലാഹു തആലാന്റെ അരികിലുള്ള ആദരവാണ് നമ്മുടെ ആദരവ്. നമ്മൾ ഖുനൂത്തിലൊക്കെ എപ്പോഴും പറയാറില്ലേ, വലാ യഇസ്സു മൻ ആദൈത വലാ യദില്ലു മൻ വാലൈത. പടച്ചവനെ, നീ കാര്യം ഏറ്റെടുത്ത ആള്, നിന്റെ നിയന്ത്രണത്തിലാണ് അവര് ലോകത്ത് നിസ്സാരപ്പെട്ടു പോവില്ല. ആര് നിസ്സാരപ്പെടുത്തിയാലും നിന്ദ്യമാക്കിയാലും അവർ നിസ്സാരപ്പെട്ടു പോവില്ല, നിന്ദ്യരായി പോവില്ല. കാന്തപുരം ഉസ്താദിനെ എത്ര ആളുകൾ കൂടി നിന്ദ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അല്ലാഹു തആല ഉയർത്തുന്നു. വലാ യഇസ്സു മൻ ആദൈത. ഖുനൂത്തിൽ ഇങ്ങനെ ചെല്ലിയാ പോരാ, അതിന്റെ മയന മനസ്സിലാക്കണം. പടച്ചവനെ, നീ ഒരാളൊരു ശത്രു വെച്ചാൽ അവൻ നിന്റെ ശത്രുവാണ്. അവൻ ആര് എത്ര വലുതാക്കി പറഞ്ഞാലും അവൻ വലുതാവൂല. അള്ളാഹു എവിടെ നിർത്തി അവിടെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് കുറെ കുറ്റം പറഞ്ഞു, അതുകൊണ്ട് നമുക്കൊരു പേടിയില്ല, എനിക്ക് യാതൊരു പേടിയില്ല. കാരണം ഒരു മോശമില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ഉയർത്തിയത് കൊണ്ട് എത്ര ഉയരണ്ടാകുക? ഞമ്മക്കറിയാം, നമ്മൾ ഉയരം ഞമ്മക്കറിയില്ലേ. അപ്പൊ ഉയർത്തിപ്പറഞ്ഞു എന്നതുകൊണ്ട് ഞാൻ അതിന്റെ കൂടെ പൊന്തിപ്പോകുന്നവനല്ല. അങ്ങനെ പൊന്താൻ പാടില്ല. താഴ്ത്തിപ്പറഞ്ഞു എന്നതുകൊണ്ട് പടച്ചവനെ ഞാൻ താന്നുപോയോ? ആ പേടിയുമില്ല. എന്തുകൊണ്ട്? അള്ളാഹു നമുക്ക് വെച്ച ഖദർ എത്രയാണെങ്കിൽ അതുണ്ടാവും, അതേ ഉണ്ടാവുള്ളൂ. കൂട്ടിപ്പറഞ്ഞുണ്ടാവില്ല, താഴ്ത്തിപ്പറഞ്ഞുണ്ടാവില്ല. അപ്പൊ ഒരാളുടെ ഇകഴ്ത്തലും പുകഴ്ത്തലും അതല്ല ഇവിടെ വിഷയം. അള്ളാഹുവിന്റെ അരികിൽ നമുക്ക് ബഹുമതി ഉണ്ടാകണം. അള്ളാഹു നമ്മളൊക്കെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു പ്രിയം വെക്കുന്ന ആ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മൾ പെടുത്തട്ടെ. അള്ളാഹു ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ നീ ഭീമൻ തവല്ലൈ, നീ പരിയും ഏറ്റെടുത്തിട്ടുണ്ട്. അവരെ കാര്യം നീ ഏറ്റെടുത്തിരിക്കുന്നു. ആ ഏറ്റെടുത്ത കൂട്ടത്തിൽ സാധുവായെന്നെയും പെടുത്തണേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ആ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ നൽകിയ ആദരവിനെ നന്ദിയും പറഞ്ഞു.